ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്റ്റാരി നൈറ്റ് പെയിൻറ്റിങ്ങിൻ്റെ ഷർട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഷർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഷർട്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായല്ലോ, ഓർമ്മയില്ലേ? ഇൻസ്റ്റയിലും ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ എല്ലാവരും ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റോറിയൊക്കെ ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിന് ഞാൻ നോക്കിയ സമയത്ത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3000 4000 ആ റേറ്റിലൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് റേറ്റിൽ വരുന്നുണ്ടായിരുന്നു, ഒരു 1000 2000 ആ റേഞ്ചിൽ വരുന്നുണ്ടായിരുന്നു. ബട്ട് അത് അത്ര എനിക്ക് ഭയങ്കര ക്വാളിറ്റി ഉള്ള ടൈപ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവരെ പറ്റി മോശമായി പറയുന്നതല്ല, നമുക്ക് കാണുമ്പോൾ ഉള്ള ഒരു അട്രാക്ഷനില്ലേ, അതങ്ങനെ തോന്നിയില്ല എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പഴയ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറുതായിട്ടൊരു ഡെനി മിക്സ് വരുന്ന ഒരു ടൈപ്പ്, കോട്ടൺ കൂടിയും ബ്ലെൻഡായിട്ട് വരുന്ന ഒരു മിക്സായിട്ട് വരുന്ന ഒരു ഷർട്ടായിരുന്നു അത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോഴും ഇതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ടൈപ്പ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റാരി നൈറ്റ് അല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലൂ അല്ലേ, അപ്പോൾ നമുക്ക് അധികം ഭയങ്കര ഹെവി ആക്കിയിട്ടൊന്നും പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ആ ഒരു പെയിൻ്റായിൽ വരുന്ന പോലെ തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്, ഞാൻ ഇതിലിപ്പോൾ കുറേ നമുക്ക് കളേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അതിൽ ഒരു കളർ ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഈ യെല്ലോയും വൈറ്റുള്ള കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എവിടേക്കാണോ യെല്ലോയും വൈറ്റ് വരുന്നത് അവിടെയൊക്കെ നമ്മൾ ഫസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾ നോട്ട് ചെയ്തില്ലേ, ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് ഇട്ടിട്ടാണ് നമ്മളിത് വരയ്ക്കുന്നത്. ഇത് നമുക്ക് ഭയങ്കര ആർട്ടിസ്റ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ, ഇത് വരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊരാൾക്കും വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ആ ബ്രഷ് വെച്ചിട്ട് കളറിൽ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പിക്ചറിൻ്റെ ഷേപ്പിൽ കിട്ടുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഈ പെയിൻറ്റിങ് ഭയങ്കര പെർഫെക്ഷനായിട്ട് വരുന്നതല്ലല്ലോ, ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ലൈൻസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യായതുകൊണ്ട് നമുക്കിത് ഭയങ്കര ചെയ്യാൻ സുഖമാണ്, എല്ലാവർക്കും ചെയ്യാൻ സുഖമാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് വല്ല ഐഡിയ ഉണ്ടോ? എനിക്ക് അറിയാവുന്നത് ഇത് സ്റ്റാരി നൈറ്റ് പെയിൻറ്റിംഗ് ആണ്, വിൻസെൻ്റ് വാൻ ഗോഗ് ആണ് വരച്ചിട്ടുള്ളതെന്ന് മാത്രമായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കുറേ കഥകളുണ്ട് ഗൈസ്. ഇത് നിങ്ങൾ കണ്ടോ, ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഒരു ചട്ടയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നല്ലതായിരിക്കും. ബാക്ക് ടു നമ്മുടെ ടോപ്പിക്, നമ്മൾ പറഞ്ഞത് പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു, വിൻസെൻ്റ് വാൻ ഗോഗിനെ കുറിച്ചിട്ട്. ആളിത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ റൂമിലിരുന്നിട്ട് വിൻഡോ ഓപ്പൺ ചെയ്തപ്പോൾ വിൻഡോയിലൂടെ കാണുന്ന ആ ഒരു ലുക്കാണ് കേട്ടോ ആളിതിലൂടെ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ വിൻഡോ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കാണുക? കുറേ മരങ്ങൾ, അവിടെ കുറേ പുല്ല്, താഴെയൊക്കെ കുറേ ഇലകൾ, ഇത് അങ്ങനെയൊക്കെയല്ലേ കാണാൻ. ഇനിയിപ്പം നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലത്താണ് നമ്മളിരുന്നെങ്കിലും നമ്മൾ കുറേ ഇങ്ങനെ ഒരു സീനറി ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണുകയാണെങ്കിൽ പോലും നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെയൊക്കെ ഓടി വരുമോ അല്ലേ? ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് വെച്ചിട്ട് ഇങ്ങനെ ഡ്രോയിങ് ചെയ്യാൻ പറ്റുന്നൊക്കെ, അതൊക്കെയാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്, അതൊക്കെയാണ് ആ ക്രിയേറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മെൻ്റലി കുറേ എന്തൊക്കെയോ ട്രോമാസൊക്കെ അനുഭവിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ഇരുന്നിട്ടാണ് ആളിതൊക്കെ വരയ്ക്കുന്നതൊക്കെ. അപ്പോൾ എന്ത് അടിപൊളിയാണ് ആളുടെ ടാലൻറ്റ് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? എന്ത് അടിപൊളിയാണ് അല്ലേ ഓരോരുത്തർ. നമ്മളൊക്കെ എന്തായാലേ. പിന്നെ ഇദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഒരൊറ്റ പെയിൻറ്റിങ്ങാണ് ഭയങ്കര ഹിറ്റായിട്ടുണ്ടായിരുന്നത്. പിന്നെ മരിച്ചതിന് ശേഷമാണ് കുറേ പെയിൻറ്റിങ്സ് ഭയങ്കരമായിട്ട് ഹിറ്റായി പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൽ ഒരു പെയിൻറ്റിങ് ലോകത്തിൽ തന്നെ ആളുകൾ പൈസ കൊടുത്ത് മേടിച്ചതിൽ 4ാമത്തെ പൊസിഷനാണ് കേട്ടോ ഒരു പെയിൻറ്റിങ്ങിന്. എങ്ങനെയുണ്ട്, ഞാൻ ഇട്ടിട്ട് ഇഷ്ടമായോ? ഭയങ്കര സിമ്പിളാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത്ര ഭയങ്കര ഹാർഡായിട്ടിരുന്ന് വരയ്ക്കേണ്ട ടൈപ്പൊന്നുമല്ല. എനിക്ക് വേണമെന്ന് വിചാരിച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ, വരയ്ക്കാൻ ഈസി ആയിരുന്നോ, ചെയ്തോ, എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഒക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.